മകളെ, ജെറുസലേം വചന കൂടാരത്തിലെ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്നും വിവിധങ്ങളായ ഭവനങ്ങളിലിരുന്നും വാഹനങ്ങളിലിരുന്നും ഡൈനിങ് ടേബിളിന് ചുറ്റുമൊക്കെ ഇരുന്ന് ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളെ ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ കൈകളിലേക്ക് സമർപ്പിക്കുകയാണ്. ഓർക്കണേ, പരാജയപ്പെട്ടവരെ പരിഹസിക്കുക, മറ്റുള്ളവരുടെ വീഴ്ചകളെ ആഘോഷമാക്കുക, മറ്റുള്ളവരുടെ സൽപ്പേരിന് കാവലാകുക, അതെങ്ങനെയാണ് സാധിക്കുക? വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമാണ്. ഇതാ വചനം തരുന്നു. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. മക്കളെ, തളർന്നവന് ശക്തിയും ക്ഷീണിക്കുന്നവന് തണലുമേകുന്ന ഒരു വലിയ അനുഗ്രഹം നമ്മുടെ നാവിലൂടെയാണ് അത് പ്രവർത്തിക്കുന്നത്. എത്ര ഉന്നതരായാലും അറിവ് നേടിയവരായാലും വാക്കിലൂടെ അറിയാം അവരുടെ സംസ്കാരം. വാക്കും സംസാരവും അനിയന്ത്രിതമാകുമ്പോഴാണ് തെറ്റുകൾ സംഭവിക്കുന്നത്. നമ്മിൽ നിന്ന് പോയ ഒരു വാക്ക് ഒരുപക്ഷെ നന്മയായി, ഒരുപക്ഷെ ഉപദ്രവമായും നമ്മിലേക്ക് തന്നെ തിരിച്ചു വന്നവർ ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കാം. ചിലരുടെ വാക്ക് മരുന്നാണ്, ചിലരുടെ വാക്ക് ലേപനം പോലെ ഔഷധമാണ്. ഉചിതമായ സമയത്ത് ഉചിതമായ വാക്ക് എത്രയോ മക്കളുടെ ജീവിതങ്ങളെയാണ് മാറ്റിമറിച്ചിട്ടുള്ളത്. നല്ലത് സംസാരത്തിൽ പറയണമെങ്കിൽ പണത്തിൻ്റെ സമ്പത്തല്ല, പദത്തിൻ്റെ സമ്പത്താണ് നമുക്ക് വേണ്ടത്. സ്വന്തം ജീവിതത്തെ സുരക്ഷിതമാക്കാനും അപകടത്തിലാക്കാനും വാക്കിന് കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പണം ചെലവഴിക്കുന്നതിനേക്കാൾ വലിയ ശ്രദ്ധ വേണം വാക്ക് എന്ന് പറയുന്ന സമ്പത്ത് ചെലവഴിക്കാൻ. നാവ് ഒരനുഗ്രഹവും ശാപവുമാണ്. നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാം. അനേക മക്കളുടെ നന്മകൾ നമുക്ക് പ്രദാനം ചെയ്യാം. അനേക മക്കളെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്താൻ നമ്മുടെ വാക്കും നമ്മുടെ നാവും നമുക്ക് വിനിയോഗിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇത് ഷെയർ ചെയ്യാൻ പ്രത്യേകമായ വിധത്തിൽ നിർബന്ധ ബുദ്ധിയോടെ ഓരോ ദിവസത്തെയും അനേക മക്കളിലേക്ക് ആനയിക്കുന്ന, ഷെയർ ചെയ്യുന്ന ഓരോരുത്തരെയും ദൈവം ഉത്ഥാനം ചെയ്ത ഈശോ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.